പിന്നെ ഇനി 2 ദിവസം മാത്രമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനുള്ളത്. വാദപ്രതിവാദങ്ങളുടെയും തമ്മിലടികളുടെയും ഏറ്റുമുട്ടലിൻ്റെയും എല്ലാം രംഗമായിട്ടത് മാറിയിരുന്നു. പക്ഷേ ഇപ്പം നിർണായകമായ ചില പൊസിഷനുകൾ, അതായത് അവസ്ഥകളിൽ കൂടെയാണ് ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പര്യവസാനം? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ 2 ദിവസം കൂടി മാത്രമാണ് ബാക്കി. ഈ വലിയ കാലാവസ്ഥ വ്യതിയാനങ്ങൾ, മഴ, ഇതിനിടയിലൂടെയാണ് പ്രചരണം ശക്തമാക്കി മുന്നണികൾ മുന്നോട്ട് പോയത്. ഈ ഇടതുപക്ഷം LDF ആകട്ടെ എണ്ണയിട്ട യന്ത്രം പോലെ മന്ത്രിമാരടക്കം MLA മാരടക്കം ഫുൾ ടൈം അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നൊരു ഇതാണ് കണ്ടത്. അതോടൊപ്പം UDFും അത്തരത്തിൽ തന്നെ ശശി തരൂരിനെ മാത്രം ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാവരും തന്നെ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. BJP ആകട്ടെ ഇതിന് ഒരു വലിയ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് തന്നെ BJP ഒരു ദുർബലമായ രീതിയിലുള്ള പ്രചരണമാണ് അഴിച്ചുവിട്ടത്. അതോടൊപ്പം തന്നെ അൻവർ അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ അൻവർ പിടിക്കുന്ന വോട്ടിനെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ വിജയപരാജയങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അൻവർ ഒരു 15,000 വോട്ട് പിടിച്ചാൽ അത് ആരുടെ വോട്ടായിരിക്കും ചോരുന്നത്? ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണോ UDFിൻ്റെ വോട്ടാണോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും സ്വരാജിൻ്റെയും വിജയം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ മുന്നണി സമവാക്യങ്ങളൊന്നും ഫലിക്കാത്തത്. അതോടൊപ്പം തന്നെ എക്സിറ്റ് പോളുകാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണിത്. പ്രത്യേകിച്ച് അൻവർ നമുക്കറിയാം, അൻവർ പിണറായി സർക്കാരിനെയും പിണറായി വിജയനെതിരെയും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് MLA സ്ഥാനം വലിച്ചെറിഞ്ഞ് അവിടേക്ക് പുതിയ MLA തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. കേവലം 8 മാസത്തേക്ക് ഒരു MLAക്ക് വേണ്ടിയാണ് ഇത്രയും പൈസ ചിലവാക്കിക്കൊണ്ട് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ ഒരു ആവശ്യമില്ലാതെ തന്നെ തൊട്ടടുത്തുള്ള MLAക്ക് ഇതിൻ്റെ ചുമതല കൂടി കൊടുത്ത് 8 മാസം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ശ്രമം നടത്താവുന്ന ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ പരസ്പരം പഴിചാരിക്കൊണ്ട് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, വികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൽ ജയിക്കുന്ന ആളാണ് അടുത്ത ഭരണത്തിലേക്ക് വരിക എന്ന രീതിയിലൊക്കെ ഇതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അൻവറിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. കാരണം അൻവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ് പ്രധാനം. കഴിഞ്ഞ 2 തവണയായി അൻവർ വിജയിച്ച ഒരു മണ്ഡലം കൂടിയാണ്. കഴിഞ്ഞ തവണ ഒരു ഭൂരിപക്ഷം കുറവായിരുന്നു, പക്ഷേ അതിനു മുമ്പ് ഭൂരിപക്ഷവും കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അൻവറിന് ഒരു സ്വാധീനം അവിടെ ചെലുത്താൻ കഴിയും. അതോടൊപ്പം തന്നെ അൻവറിൻ്റെ ഗ്രാൻഡ് ഫാദറും ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഗ്രാൻഡ് ഫാദറും മുതലുള്ള കുടിപ്പക തർക്കമൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഒരിക്കലും ചേരില്ല. അതുകൊണ്ടാണ് ഒരു ചെകുത്താനെ സ്ഥാനാർത്ഥിയാക്കി, ഒരു ഇസ്ലാം വിരുദ്ധനെ സ്ഥാനാർത്ഥിയാക്കി എന്നൊക്കെ അൻവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ആളിനെ അങ്ങനെയുള്ള 2 പേർക്ക് തമ്മിൽ ഒരിക്കലും ചേരാൻ കഴിയില്ല. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു അൻവറിൻ്റെ ആഗ്രഹം. KC വേണുഗോപാലിനും VD സതീശനും ഒക്കെ അത് താല്പര്യമായിരുന്നു. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് വളരെ ശക്തമായ രീതിയിൽ തന്നെ സീറ്റ് പിടിക്കുകയായിരുന്നു. ലീഗിൻ്റെ രീതി അല്ലെങ്കിൽ ലീഗിൻ്റെ വോട്ട് എങ്ങോട്ടെന്നുള്ളതിനെ ആശ്രയിച്ചു ഇരിക്കും ആര്യാടൻ ഷൗക്കത്തിൻ്റെയൊക്കെ ഒരു ഭാവി തീരുമാനിക്കുക. കാരണം ലീഗൊക്കെ പലപ്പോഴും ആര്യാടൻ മുഹമ്മദ് ഉള്ള സമയത്ത് തിരിഞ്ഞു നിന്നിട്ടുള്ള ചരിത്രം അവിടെ ഉണ്ട്. പക്ഷേ ആര്യാടൻ മുഹമ്മദിൻ്റെ വ്യക്തിപ്രഭാവവും അവിടെയുള്ള ജനകീയതയും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ തുടർച്ചയായി പലതവണ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയും. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിജയിക്കാൻ എളുപ്പമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അൻവർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം തന്നെ VD സതീശനും അതോടൊപ്പം ഈ KC വേണുഗോപാലിനും ഒന്നും അത്ര ഇഷ്ടപ്പെടാത്തൊരു സ്ഥാനാർത്ഥി കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത്. അവർക്കൊക്കെ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ആഗ്രഹം. ഏതായാലും ഈ ഒരു വലിയ തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾക്കിടയിൽ നിന്ന് ആര് ജയിച്ചു വരുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ചർച്ചയാവുന്ന വിഷയം പ്രധാനമായിട്ടും മതമാണ്. അവിടെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ആരാണ് കൂട്ടുകൂടുന്നതെന്നതിനെ ചൊല്ലിയൊക്കെയാണ് തർക്കം. അതായത് എല്ലാ നേതാക്കന്മാരും വന്ന് പ്രസംഗിക്കുമ്പോഴെല്ലാം തന്നെ മുഖ്യമന്ത്രി അടക്കം വന്ന് പ്രസംഗിക്കുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDFന് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് വലിയ ബന്ധമാണ്, കോൺഗ്രസിന് ബന്ധമാണ്, അവർ തീവ്രവാദത്തിൻ്റെ കൂട്ടു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് വലിയ വിമർശനം വരുന്നത്. അപ്പോൾ UDF തിരിച്ചടിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേറൊന്നും ചർച്ച ചെയ്യാനില്ല, രാഷ്ട്രീയം പറയാനോ ജനങ്ങളുടെ വികസനം പറയാനോ ഇല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാനോ കഴിവില്ലാത്തത് കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയങ്ങളൊക്കെ എടുത്തിരുന്നതെന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതും ഇതുമായിട്ട് കോൺഗ്രസിന് ബന്ധമില്ല എന്നുമൊക്കെയാണ് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത്. പക്ഷേ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്താനായിട്ട് ഈ പറയുന്ന CPM ഈ വിഷയം തന്നെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ഹിന്ദു മഹാസഭ ഈ പറയുന്ന CPMന് പിന്തുണ പ്രഖ്യാപിച്ചതിനെ വലിയ തോതിൽ ഉയർത്തി കാണിക്കുന്നുണ്ട് അവിടുത്തെ മുസ്ലിം സംഘടനകളും ഈ പറയുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളും. പക്ഷേ ലീഗിന് ഈ ഷൗക്കത്തിന് ഇപ്പോൾ സ്വീകാര്യനായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തിലെങ്കിലും UDFന് വേണ്ടിയിട്ട് ആര്യാടൻ ഷൗക്കത്തിനെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ
ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും UDF തോൽക്കുമെന്നൊരു പ്രതീതി വന്നു കഴിഞ്ഞാൽ ലീഗിന് പിന്നെ ഒരിക്കലും അധികാരത്തിലെത്താൻ കഴിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി നൽകുമെന്നുള്ളത് കൊണ്ട് ലീഗ് ഇപ്പോൾ ഷൗക്കത്തിനെ പിന്തുണച്ചു തുടങ്ങിയിരിക്കുന്നു. ഷൗക്കത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഷൗക്കത്ത് ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അവരെല്ലാവരും വലിയ തോതിലുള്ള പിന്തുണയും പ്രവർത്തന വീര്യവും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റ് ഇസ്ലാമിക സംഘടനകളും ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഷൗക്കത്ത് ഒരു നവീകരണവാദിയാണ് എന്നൊക്കെ അൻവർ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നും പലപ്പോഴും ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നില്ല. അവിടെ നോക്കുമ്പോൾ ഷൗക്കത്തിനെ പലർക്കും അറിയാം. ഷൗക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന മണ്ഡലം കൂടിയാണല്ലോ ഈ പറയുന്ന നിലമ്പൂർ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഷൗക്കത്തിന് അവിടെ ഗ്രാസ് റൂട്ടിൽ വരെ പ്രവർത്തിച്ച് പരിചയമുണ്ട്. സാധാരണക്കാരുടെ നേതാവായി പ്രവർത്തിച്ച ആളാണ്. കുടുംബപരമായിട്ട് നിലമ്പൂരുകാരനാണ്. അപ്പോൾ ഈ കുടുംബപരമായിട്ട് നിലമ്പൂരുകാരനാണെങ്കിലും ഈ പറയുന്ന എം സ്വരാജിന് നിലമ്പൂരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എം സ്വരാജ് തൃപ്പൂണിത്തുറയാണ് എൻ്റെ നാട് എന്നൊക്കെ വന്ന് പറഞ്ഞ ആളാണ്. അതായത് രണ്ട് തരത്തിലുള്ള പ്രദേശമാണ്. ഒന്ന്, എം സ്വരാജ് തൃപ്പൂണിത്തുറ നിന്ന് കഴിഞ്ഞാലും വലിയ പ്രശ്നം ഉണ്ടാകില്ല. കാരണം തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളാണ്. കൂടുതൽ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടും വിശ്വാസികളും ഒക്കെ ഉള്ള ഒരു മേഖലയായതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്ന് സ്വരാജിന് വോട്ട് പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ ഈ നിലമ്പൂർ എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്. മുസ്ലിങ്ങളാണ് അവിടെ അധികവും. ഈ പറയുന്ന ഹിന്ദുവായ നായരായ സ്വരാജിനെ എത്രത്തോളം അവിടെ സ്വീകരിക്കുമെന്നുള്ളത് വലിയ പാടായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും CPMൻ്റെ വേരോട്ടവും CPMനെ താഴെത്തട്ട് വരെയുള്ള ബന്ധങ്ങളുമൊക്കെ പരിഗണിച്ച് വോട്ട് ചിലപ്പോൾ കിട്ടിയാലായി എന്നുള്ളത്. പക്ഷേ ഷൗക്കത്ത് അങ്ങനെയല്ല. മുസ്ലിമാണ്, നാട്ടുകാരനാണ്, ആര്യാടൻ്റെ മകനാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ അനുകൂല ഘടകങ്ങളായിട്ടുണ്ട്. പിന്നെ ലീഗിൻ്റെ പിന്തുണയും കൂടി. എന്നാൽ ഈ പറയുന്ന അൻവർ കുറച്ച് വോട്ട് പിടിക്കുമെന്നല്ലാതെ ആർക്കും ആരുടെ ഒരു ഗുണവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അൻവറിന് വലിയ രീതിയിലുള്ള വോട്ട് കിട്ടാനുള്ള സാധ്യതയും മങ്ങുന്നുണ്ട്. കാരണം അൻവർ വായിൽ തോന്നി ഇതൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഷൗക്കത്തും പിണറായിയും ഒരേപോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിണറായിസത്തിനെതിരെ നിൽക്കാൻ VD സതീശന് കെൽപ്പില്ല, താൻ മാത്രമേ ഉള്ളൂ ഇതിനെതിരെ നിൽക്കാനായി എന്നൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്ന മലയോര മേഖലയുടെ പ്രശ്നങ്ങൾ, അതായത് മൃഗങ്ങളുടെ ആക്രമണം, വന്യജീവി ആക്രമണം അടക്കമുള്ള കാര്യങ്ങൾ താൻ ഇടപെട്ടതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ താൻ രാജിവെച്ചതുകൊണ്ടാണ് ചർച്ചയായത്, അല്ലാതെ ചർച്ചയായില്ല എന്നൊക്കെയാണ് അൻവർ വീമ്പ് പറയുന്നത്. അതായത് മൃഗങ്ങളുടെ ആക്രമണത്തിൽ ആൾക്കാർ മരിക്കുകയും ജനകീയ പ്രക്ഷോഭം നടത്തുകയും റോഡുകളടക്കം തടയുകയും കളക്ടർ വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടല്ല, അൻവർ ഇലക്ഷൻ രാജിവെച്ചിട്ട് മത്സരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ചർച്ചയാവുന്നതെന്നാണ്. ഇത്തരത്തിലുള്ള വെറും വിടുവായത്തരങ്ങളൊക്കെയാണ് അൻവറിൻ്റെ വായിൽ നിന്ന് വരുന്നത് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ ഇതൊക്കെ തന്നെയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. കാരണം അൻവർ എന്തിനു വേണ്ടിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്, അത് പൂർത്തീകരിക്കാൻ അൻവറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം പിണറായി വിജയനെതിരെയും പിണറായി സർക്കാരിനെതിരെയും നിരന്തര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തിറങ്ങി MLA സ്ഥാനം രാജിവെച്ച് അവിടേക്ക് നടക്കുന്നൊരു തെരഞ്ഞെടുപ്പിൽ ഇനി ഒരു പക്ഷേ LDF വിജയിച്ചാൽ അൻവറിൻ്റെ ഇതെല്ലാം വെറുതെയാകും. അതോടൊപ്പം തന്നെ UDFനെ വിജയിപ്പിക്കാൻ അൻവറിനൊട്ട് താല്പര്യമില്ല. കാരണം ആര്യാടൻ ഷൗക്കത്തിനെ പോലെ ഒരാളിനെ വിജയിപ്പിക്കാൻ അൻവറിന് താല്പര്യമില്ല. എന്നാൽ അൻവറിന് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുമോ, അതുമില്ല. അപ്പോൾ അതുകൊണ്ട് ആര് ജയിക്കും, എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് 23-ാം തീയതി അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.